ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ 7ാമത്തെ നോമ്പാണ്. ഇന്ന് നമ്മൾ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇന്ന് ആദ്യം തന്നെ തയ്യാറാക്കിയെടുക്കുന്നത് ഇറച്ചിപ്പുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം പുട്ടുപൊടിയാണ് റെഡിയാക്കിയെടുക്കുന്നത്. പുട്ടുപൊടി ഉപ്പ് ചേർത്ത് അല്പം വെള്ളം ചേർത്ത് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. ഞാൻ ബീഫ് വെച്ചിട്ടാണ് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. മസാല റെഡിയായ ഉടനെ തന്നെ ഞാൻ ഇറച്ചിപ്പുട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചിരട്ടയിൽ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിപ്പുട്ടാണിത്. നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് റെഡിയാക്കി എടുക്കുന്നത് സ്നാക്സ് ആണ്. ചിക്കൻ റോളാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്കതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കണം. ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികളൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം. എന്നിട്ട് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കാം. ആ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചു വരുന്നത് വരെ നല്ല പോലെ വഴറ്റി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല ഒന്ന് ചൂടാറി വരുന്നത് വരെ മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ, ഒരുപാട് തിളച്ച വെള്ളം വേണ്ട, അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകരുത്, നമുക്ക് പരത്തിയെടുക്കാനായിട്ടുള്ളതാണ്. ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. ചെറിയ ചപ്പാത്തി പോലെ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ചെറിയ വട്ടത്തിലെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് റോൾ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പരത്തിയെടുത്ത ഒരെണ്ണം നമുക്കൊരു പ്ലേറ്റിലോട്ട് വെക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മസാല ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ സെൻട്രലായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മടക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മുട്ടയിൽ മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം.
എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ഷമാമ ജ്യൂസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 7ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.